നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മനസ്സിനെ കുറിച്ചാണ്. മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ഹാർട്ട് സർജറി ചെയ്ത ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറോട് ചോദിച്ചാൽ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് അറിയില്ല എന്നതാണ് സത്യം. ഒരു സ്കള്ള് തലയോട്ടി സർജറി ചെയ്ത ഡോക്ടറോട് ചോദിച്ചാൽ മനസ്സ് ബ്രെയിനിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനും അറിയില്ല. ഇന്നും ശാസ്ത്ര ലോകത്തിന് പിടികിട്ടാത്ത ഒരു സംഗതിയാണ് മനസ്സ് ശരീരത്തിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. പക്ഷെ മനസ്സ് ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ കഴിയില്ല, കറണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഒരു ബൾബിലൂടെ അത് പ്രകടമാകാൻ സാധിക്കും. ഒരു ബൾബിലൂടെ നമുക്ക് വെളിച്ചം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെയാണ് ശരീരത്തിലൂടെ മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം നമുക്ക് അറിയാൻ കഴിയും. കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം എന്നീ എല്ലാ വികാരങ്ങളും മനസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ മനസ്സിന്റെ ശക്തിയെയും മനസ്സിന്റെ സാധ്യതകളെയും കുറിച്ച് ഇന്നും മനുഷ്യൻ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. അതായത് ഉദ്ധരേത് ആത്മനാത്മാനം നാത്മനോ മവ സാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മഹ. അതായത് മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ, മനസ്സിനെ നാം ഉയർത്തിയാൽ ഈ മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധു. മനസ്സിനെ താഴ്ത്തിയാൽ, മനസ്സ് നമ്മുടെ നിയന്ത്രണം വിട്ടുപോയാൽ ഈ മനസ്സ് തന്നെയാണ് നമുക്ക് ബാധ്യതയാകുന്നതും മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ മനസ്സിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി മനസ്സിന്റെ ശക്തിയെയും മനസ്സിന്റെ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിയ ആളുകളാണ് ലോകത്തിൽ വിജയിച്ച പല ആളുകളും. അപ്പോൾ മനസ്സിനെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകളെയും അതിൻ്റെ ശക്തികളെയും കുറിച്ച് നമ്മൾ വേണ്ട രീതിയിൽ പഠിച്ച് നമ്മൾ അതിനെ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ മനസ്സിനെ ഏറ്റവും സ്ട്രോങ് ആയി വെക്കുക എന്നുള്ളതാണ്. മനസ്സിനെ ഒരിക്കലും താഴ്ത്താൻ നാം അനുവദിക്കുക. മനസ്സിനെ ഉയർത്തിയാൽ, മനസ്സിന്റെ നിയന്ത്രണം നാം ഏറ്റെടുത്താൽ തീർച്ചയായും ഈ മനസ്സ് നമുക്ക് വലിയ ഉപകാരമായി മാറുന്നതാണ്. നമ്മുടെ യുദ്ധം മറ്റുള്ളവരോടല്ല, ലോകത്തോടല്ല, നമ്മുടെ മനസ്സിനോട് തന്നെയാണ്. നമ്മുടെ മനസ്സിനെ നാം വിജയിച്ചാൽ, മനസ്സിനെ കീഴടക്കിയാൽ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. താങ്ക് യു.